Hi friends, welcome to Arabian Motoring. ഞാനിതിവിടെ ദുബായ് ഓട്ടോഡ്രോമിലാണുള്ളത്. ഓട്ടോഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പല കാറുകളും വന്ന് ഡ്രൈവ് ചെയ്ത് നമുക്ക് ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിന് മുന്നേ ഞാനിവിടെ വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നിവിടെ ഒരു എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് അബാർത്ത് ദുബായിയുടെ അബാർത്ത് വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻ്റ് ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അബാർത്തിൻ്റെ വണ്ടികളൊന്നും ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വണ്ടികളുണ്ടെന്ന് അറിയാതുകൊണ്ട് ആ വണ്ടികളൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. കാർലോസ് അബാർത്ത് 1949 സ്റ്റാർട്ട് ചെയ്ത ഒരു പെർഫോമൻസ് കമ്പനിയാണ് അബാർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വണ്ടികളുടെ പെർഫോമൻസ് പാർട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. 1971 ആയപ്പോഴേക്കും ഈ കമ്പനി ബാങ്ക്രപ്റ്റായി ഒരു പൂട്ടേണ്ട സാഹചര്യം വന്നു. അപ്പോഴാണ് ഫിയറ്റ് ഈ കമ്പനി ഏറ്റെടുക്കുന്നത്. ഫിയറ്റ് ഏറ്റെടുത്തോടുകൂടി നമ്മുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ AMG ഡിവിഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഫിയറ്റിൻ്റെ ഒരു പെർഫോമൻസ് ഡിവിഷനായിട്ട് അവരിതിനെ മാറ്റി. അപ്പോൾ നമുക്ക് നാട്ടിൽ നിങ്ങൾക്കറിയാം അബാർത്ത് പുന്തോ, നമ്മുടെ ഫിയറ്റ് പുന്തോ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ ഇന്ത്യയിൽ ഫിയറ്റ് നിർത്തിപ്പോയി. പക്ഷേ ആ വണ്ടി ഇപ്പോഴും ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ അബാർത്തിൻ്റെ തന്നെ വണ്ടികളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് ഇന്നൊരു ഇവൻ്റ് എന്തോ ആണ് ഇവിടെ, പക്ഷേ നമ്മൾ ഇവൻറ്റിൽ നമ്മൾ നിൽക്കുന്നില്ല. എന്തോ നൈറ്റ് ഇവൻ്റ് അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള വണ്ടികൾ നിങ്ങളെ ഞാൻ കാണിക്കാം. വീഡിയോയിലേക്ക് പോകാം. അബാർത്തിൻ്റെ 595 കോമ്പറ്റീഷണ എന്ന് പറയുന്നൊരു വണ്ടിയാണിത്. ഇവിടെ ഏതാണ്ട് 1,25,000 ദിർഹംസാണ് ഈ വണ്ടിയുടെ വില വരുന്നത്. എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 25 ലക്ഷം രൂപ വില വരുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരുമ്പോൾ 1.4 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവാണ് വണ്ടി വരുന്നത്. പിന്നെ 180 HP ആണ് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. 0 to 100 കിലോമീറ്റർ സ്പീഡ് അച്ചീവ് ചെയ്യാൻ 6.9 സെക്കൻഡ്സ് ആണ് ഈ വണ്ടിക്ക് വേണ്ടത്. ഇത് അബാർത്തിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് വണ്ടിയാണ്. ഇതിനകത്തിപ്പം ഒരു സ്പോർട്ടി ബോഡി കിറ്റും അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ് മോൺസ എന്ന് പറയുന്ന ഒരു റിയർ എക്സോ സിസ്റ്റം ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ ഒരു പ്രൈസ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഒരു യുണീക്കായിട്ടുള്ള ഫ്രണ്ട് ഗ്രിൽ ഡിസൈനാണ് ഈ അബാർത്തിന് വരുന്നത്. അബാർത്തിൻ്റെ ആ ഒരു സ്കോർപ്പിയൻ സിമ്പിൾ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫോഗ് ലൈറ്റ്സും താഴെ വരുന്നുണ്ട്. സൈഡിലാണെങ്കിലും റിവ്യൂ മിറർ ഗ്ലാസ്സുകളൊക്കെ റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്പോർട്ടി ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ 17 ഇഞ്ച് അലോയ് വീൽസാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ ബ്രേക്ക് ലൈറ്റൊക്കെ ആണെങ്കിലും എന്താ പറയുക, ഒരു യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്കാണ് ഈ വണ്ടിക്ക്. ഈ സ്കോർപ്പിയൻ ബാഡ്ജിങ്ങിനും പുറകിലും ഒരു കാര്യമുണ്ട്. ഇത് കാർലോസ് അബാർത്ത് എന്ന് പറയുന്ന ഈ അബാർത്തിൻ്റെ ഫൗണ്ടറുടെ സോഡിയാക് സൈനാണ് സ്കോർപ്പിയൻ. അപ്പോൾ അതാണ് ഈ ഒരു ലോഗോയുടെ പിന്നിലുള്ള ഒരു ഇൻസ്പിറേഷൻ. അബാർത്ത് 595ൻ്റെ മറ്റ് 3 വണ്ടികളാണ് ഇവിടെ ഉള്ളത്. ഒരു ബ്ലൂ, വൈറ്റ്, യെല്ലോ. ഇത് 3ഉം സെയിം മോഡൽ തന്നെയാണ്, 595 തന്നെയാണ്. അപ്പോൾ ഈ വണ്ടികൾ ആക്ച്വലി ഇവിടെ നമുക്ക് ഓട്ടോഡ്രോമിൽ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ നമുക്ക് ഈ വണ്ടി ട്രാക്കിൽ നമ്മുടെ എന്താ പറയുന്നത് ഒരു റൈഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് 600 ദിർഹംസാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ഒരു പവറും പെർഫോമൻസും ഒക്കെ ഒന്ന് ഫീൽ ചെയ്യാനും അതുപോലെ തന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുള്ള വണ്ടികളാണ് ഈ 3 വണ്ടികൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഇവൻ്റ് നടക്കുന്നതുകൊണ്ടാണ് ഇവർ ഈ വണ്ടികളൊക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസോ അങ്ങനെ മറ്റോ എന്തോ ഉണ്ട്. നാഷണൽ ഓട്ടോ ആണ് ഇവിടുത്തെ അബാർത്തിൻ്റെ ഡീലർ. അപ്പോൾ അതാണ് അവരുടെ ബാഡ്ജിങ് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അബാർത്ത് 595ൻ്റെ ഇൻറ്റീരിയർ വ്യൂ ആണിത്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് സൈഡിലാണെങ്കിലും ആ റെഡ് കളർ സീറ്റിംഗ് ഒക്കെ വന്നപ്പോഴേക്കും മൊത്തത്തിൽ ഒരു എന്താ പറയുക ഭയങ്കര കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഈ വണ്ടി. ഇൻറ്റീരിയർ കൺസോൾസൊക്കെ ആണെങ്കിലും ഒരു എന്താ പറയുക മൊത്തത്തിലൊരു ഡിഫറൻ്റ് ആണ് ഇതിനൊരു അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കൺസോളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അൽക്കന്താര മെറ്റീരിയൽ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇൻറ്റീരിയറാണെങ്കിൽ മറ്റ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും
വളരെ കോമ്പാക്റ്റ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റിയറിംഗ് വീലിലാണെങ്കിലും അബാത്തിൻ്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അത് എന്താ പറയുക, ഒരു പ്രത്യേക രസം തന്നെയാണ് ആ ഒരു ബാഡ്ജിങ്. പിന്നെ ഇത് ഈ 7 ഇഞ്ച് ഡിസ്പ്ലേ, ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ ആൻഡ്രോയിഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അബാത്തിനുള്ളത്. കോണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലോവേർഡ് സ്പോർട്സ് സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 205/45/17 വണ്ടിയുടെ ടയർ സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഈ അലോയ് ആണെങ്കിലും കാണാനൊരു പ്രത്യേക രസമാണ്. സ്കോർപിയൻ്റെ ബാഡ്ജിങ് ഒക്കെ വന്നുമ്പോഴേക്കും അത് കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. ഈ അബാത്ത് 595ൻ്റെ സിഗ്നേച്ചർ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ്. ആ വണ്ടി പക്ഷേങ്കിൽ ഇന്നിവിടെ ഇല്ല. അപ്പോൾ ഈ 3 കളറുകളിൽ ഏത് കളറ് വണ്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ യെല്ലോ ആണ്. യെല്ലോ ഒരു പ്രത്യേക കാണാനൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവാണ്, ക്യൂട്ടാണ്. പക്ഷെങ്കിൽ എന്താ പറയുക, ഒരു എലഗൻറ്റ് യുണീക്ക് ലുക്കുണ്ട്. അപ്പോൾ ഈ അബാർത്ത് വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അറേബ്യൻ മോട്ടോറിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സൈനിങ് ഓഫ്, ജെറിൻ.